സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചൂടുകളല്ല, ഹനുമാന്റെ ലങ്കാ ദഹനം. അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്കിഷ്ടമാണ്, രസമാണ്. നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. എന്തോ എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഒരു ദുഷ്ടനാണ് ഞാൻ. PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാറുള്ളത്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFൻ്റെ ഐശ്വര്യം. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. വീഴാൻ ഇനി സമയമുണ്ട്, നേരെ. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്തോട്ട് എടുക്കുകയാണ്. നമ്മൾ എന്തിനാ ഓടുന്നത്? നീ ആ സാധനത്തിന് കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളോടാ. വി ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. ഇന്ന് തിരുവനന്തപുരം MLA മാരോട് ചോദിച്ചാൽ അറിയാം. തിരുവനന്തപുരത്തുള്ള ആളുകൾ, അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു മാന്യതയിൻ്റെ കാര്യം, ഒരു നടപടിക്രമമില്ല നാട്ടിൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ജനാധിപത്യപരമായി അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മോശമായിട്ട്. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചിഞ്ചു റാണിയാണ്. അതിനെന്താ ഇത്ര സന്തോഷം? മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള്. നമസ്കാരം, ഞാൻ ചിഞ്ചുറാണി, സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനമുണ്ടായില്ല. ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാൽ മതി. പോടോ. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. എത്ര നാളായി? ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് കേട്ടോ. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. സത്യം, പല്ല് ചലിച്ചു. അത് ഞാനാ. പട്ടിയാണല്ലേ ചലിച്ചത്, വൃത്തികെട്ട സാർ. പിന്നെയുള്ളത് VN വാസവനാണ്. പോട്ട് തൊല്ല കേസാണ്. വാളി പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കും. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രി. അവനോ? നന്ദന ചേട്ടൻ അറിയുമോന്നോ? അവൻ ഞങ്ങളുടെ കൊച്ചല്ലേ, അവനും വന്നിട്ടുണ്ടോ? സാർ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. ഈ VN വാസവൻ എങ്ങനെ ജയിക്കുമോ സാർ? പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അതേ പോട്ടെ, ഞാനിപ്പോൾ അതേ മന്ത്രിയായിരുന്നില്ല. ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. സാർ, അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്വർണം അയ്യപ്പൻ ആദ്യമൊക്കെ ക്ഷമിക്കും. ആചാരലംഘനം നടത്തിയപ്പോൾ അദ്ദേഹം ക്ഷമിച്ചു. ഇപ്പം നമ്മളാണെങ്കിലും നമ്മളോടൊരു ശത്രു വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യവും രണ്ടാമതും ഒക്കെ ക്ഷമിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണം വരെ മോഷ്ടിച്ചു പോയ സഖാവ് വാസവനെ ഇനി നിയമസഭ കാണിക്കണ്ട എന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് സാർ സഖാവ് വാസവൻ ഇപ്പോൾ ഇതിരിക്കുന്നത്.
പാവം പയ്യെന്ന്. ഭയങ്കര വീണ ജോർജ് എന്ന മന്ത്രി, അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് റോഷി അഗസ്റ്റിനാണ്, കേരള കോൺഗ്രസിൻ്റെ നേതാവ്. മാണി സാർ സ്വർഗ്ഗലോകത്തിരുന്നുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും സാർ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ കയറി നിന്ന് അങ്ങിരിക്കുന്ന കസേര വരെ തല്ലിപ്പൊളിച്ച, അവരോടൊപ്പം ചിക്കൻ ബിരിയാണിയും കഴിച്ച് 5 വർഷക്കാലം സുഖജീവിതം നയിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. പാവം ആ ജോസ് കെ മാണിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പരുവത്തിലാക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസിക്കാതെ കേരള കോൺഗ്രസ് റോ എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളില്ലെങ്കിൽ റോ പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം ഇവർ സാറിനെ കൺഫ്യൂസ് ചെയ്യണം സാർ. അത് കാണേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ സാറിന് സമയം പോകും സാർ. പ്ലീസ് സാർ, വേണ്ടത്. ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? കഞ്ഞിയും പയറും ഞങ്ങൾക്ക് കഷ്ടങ്ങളുടെ പാവം. വിഷമമില്ല, അത് അദ്ദേഹം കൊണ്ട് പറയാം. പക്ഷേ ഇവിടെ ഇല്ലാത്തവരെ പറ്റി ഒന്നും അങ്ങനെ പറയരുത് സാർ. പരിശോധിക്കാം. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. എന്നിട്ട് എന്തിനാണ് വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിർത്ത്. ഞാൻ നിർത്തണോ? പിന്നെ ഞാൻ നിർത്തണോ? നീയല്ലേ തുടങ്ങി വെച്ചത്, ഇപ്പൊ നീ തന്നെ നിർത്തണം. ഒച്ചയമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. അപ്പൊ കാണാം. See you. Bye. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.